ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ നാളായെന്ന് തോന്നിയില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ടല്ലടാ ഇത് ഉദ്ദേശിച്ചത്, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തു വെച്ചത്. പക്ഷേ നോക്കി വന്നപ്പോൾ കുറേ ക്ലിപ്പ് ഉണ്ടാ. ഞാൻ മാക്സിമം എനിക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് ചെയ്യാൻ പോകുന്ന ഒരു സ്പൈഡർമാൻ തീമിലെ ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പം മനസ്സ് വിചാരിക്കുന്നത് എന്തോന്ന് എനിക്ക് നല്ലപോലെ അറിയിച്ച് ചേച്ചി എന്തുമായിരിക്കും ഈ കാണിച്ച് കൂട്ടാൻ പോകുന്നതെന്നായിരിക്കും. കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ പോരേന്നായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എടാ ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. എത്ര വട്ടം പറഞ്ഞതാണെന്നറിയാം, ഇത് വേണ്ട, ഇത് നടക്കുമോ, ഇത് പറ്റുമോ എന്നൊക്കെ ഞാൻ മാക്സിമം എൻ്റെ മനസ്സിനോട് പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ ആര് കേൾക്കാൻ, ഈ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു മെയിൻ പരിപാടിയാണല്ലോ. പറഞ്ഞാൽ അത് കഴിഞ്ഞ് എൻ്റെ മൈൻഡ് വന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നത് അത് പറ്റിച്ചെടുക്കണമല്ലോ. അതാണല്ലോ ഒരു അത് നിങ്ങളുടെ എന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അത് തന്നെ. പറഞ്ഞാൽ ഞാൻ പറ്റിച്ചെടുത്തതിൻ്റെ അവസാനം ഈ വീഡിയോക്കകത്ത് കാണാനും ഉണ്ട് കേട്ടോ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് വന്ന് ചെറിയൊരു മിസ്റ്റേക്കാണ്. സംഭവം ചെയ്ത് ലാസ്റ്റ് എനിക്ക് തന്നെ പ്രാന്തായടാ. വരയും കുറിയും തന്നെ കുറേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം കേട്ടോ ഇത്. കാരണമെന്ന് വെച്ചാൽ വരച്ച് ലാസ്റ്റ് എനിക്ക് തന്നെ പ്രാന്തായെന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ചാൽ തുടങ്ങിയപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നടാ, എന്തൊരു ആക്രാന്തമായിരുന്നു അറിയാം. ഇതൊന്ന് ചെയ്ത് കണ്ടിട്ട് ആ ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടി. നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം എൻ്റെ മൈൻഡിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത ഫൈനൽ ലുക്ക് ഒന്ന് കാണണമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് എനിക്ക് ആദ്യം ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് നടുക്കായപ്പോഴാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് അവസാനത്തെ ലുക്ക് ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വന്ന് എന്ത് വന്നടാ, ഈ ഒരു സീൻ കണ്ട് ഞാൻ എന്തോരം കരുതിയിട്ടുണ്ടെന്നറിയാമോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആലോചിച്ചാണ് സ്പൈഡർമാൻ ഇത് കുറച്ച് മുന്നേ ഒന്ന് പിടിച്ചുവിടായിരുന്നോ എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണൂല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീൻ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, കുറച്ച് മുന്നേ ഒന്ന് പിടിച്ചുവിടായിരുന്നോ, അപ്പം രക്ഷപ്പെടത്തില്ലായിരുന്നോ എന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മടം ചിന്തയാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാൽ പോലും ഒന്നും നഷ്ടപ്പെടുന്ന കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. എല്ലാം നേടിക്കാണുന്ന കാണാനാണല്ലോ നമുക്കിഷ്ടം. എന്നാലും ഞാൻ ഇവിടം വരെ ചെയ്തപ്പോഴും ആലോചിച്ചടാ, ഈ അതിക്രമം വേണമായിരുന്നോ, ചെറുതീന്ന് വലുതിലോട്ട് പോയാൽ പോരായിരുന്നു എന്ന് എവിടുന്ന് കേൾക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ ഇപ്പോഴല്ല, നമ്മൾ നേരത്തെയും പഠിച്ചിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒറിജിനൽ പിക്ക് അമ്മയെ കാണിച്ചപ്പോഴും അമ്മ ചോദിച്ചു, ഇത് വേണോ, ഇത് ഇച്ചി കൂടിപ്പോയില്ലേ, ചെറുതിന്ന് പിന്നെ വലുതിലോട്ട് പോയാൽ പോരേ. നമുക്ക് ഒന്നെങ്കിൽ ചെറുത് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലുത്, അതെല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ആഗ്രഹം കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ക്യാൻഡിലിനകത്തൊരു സ്പൈഡർമാൻ്റെ ചെറിയൊരു തീമിൽ ഒരു ക്യാൻഡിൽ ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻഡിലാകുമ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ഡ്രോയിങ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കൊന്നും നോക്കണ്ടല്ലോ, നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് ആലോചിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്പൈഡർമാൻ്റെ നമ്മൾ പിൻട്രസ്റ്റിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 100 എണ്ണം വരുമല്ലോ. അതിനകത്ത് ആ 100 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ സ്ട്രൈക്ക് ചെയ്ത് ഈ ഒരെണ്ണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വെച്ചാൽ ആദ്യം ഇത് തന്നെ ചെയ്യാമെന്ന്. പിന്നെ വേറൊരു കാരണം കൂടെ ഉണ്ടാവും, ഒരെണ്ണം ചെയ്ത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതിനകത്ത് ചിന്തിക്കേ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ ആദ്യം ടഫ് തന്നെ ആദ്യം ചെയ്ത് നോക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ എനിക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്ക് റിഗ്രറ്റ് ഒന്നും അടിച്ചില്ല ഇത് ചെയ്തതിന്. എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമെന്നേ തോന്നിയുള്ളൂ. പക്ഷേ ചെറിയൊരു പാളിച്ച അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആണ്ടടാ ഇത് ഫുള്ള് ഫിനിഷ് ആക്കിയില്ലെങ്കിൽ പോലും ഇവിടം വരെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടടാ. സത്യം പറയാലോടെ ഇവിടം വരെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പേടിയും തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇനി കണ്ണിനകത്തുള്ള കളിയാണ്. കണ്ണിനകത്തുള്ള കളി എന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ് അതിനകത്തുള്ള ചെയ്തെടുക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആയുധം കൊണ്ടുള്ള കളിയായതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി പേടി തോന്നി. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കുളമാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അട്രാക്ഷൻ ഫുൾ ആ കണ്ണിനകത്താണ് വരുന്നത്. ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്കിൻ കളർ ഇല്ലായിരുന്നു. പിന്നെ ലൈറ്റ് ഓറഞ്ചും യെല്ലോയും കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തെടുത്തെന്ന് വേണം പറയാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒരു കാര്യം, എനിക്ക് പേടിയുള്ള ഭാഗത്തെല്ലാം ഞാൻ സ്കെച്ച് തൊടാതെ പേനോണ്ട് തന്നെ കേട്ടോ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പൈഡർമാൻ എനിക്ക് സെറ്റാക്കി കിട്ടിയെന്ന് വേണം പറയാൻ വേണ്ടി. കളറൊന്ന് പാളിയാലും ഞാൻ എങ്ങനെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ എനിക്ക് പാളിപ്പോയത് ആ തൂങ്ങിക്കിടക്കുന്ന സ്പൈഡർമാനിലാണ്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് ചോദിച്ച്, പക്ഷെ തൂങ്ങിക്കിടന്ന സ്പൈഡർമാൻ എന്നെ ചതിച്ചടാ. പുള്ളിക്കാരൻ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലടാ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കാൻ നോക്കിയുള്ള ഒരു മെന വരുന്നില്ല. ചിലപ്പോൾ പുള്ളിക്കാരൻ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്നെ ഞെട്ടിച്ചത് മറ്റേ സ്പൈഡർമാനാടാ. എനിക്കങ്ങ് സന്തോഷം കൊണ്ടുണ്ടല്ലോ അങ്ങോട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ നിന്ന് തുള്ളിച്ചാടുമായിരുന്നു ഇവിടെ. ഇടയ്ക്കൊക്കെ ഉണ്ടോയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ എടാ എനിക്ക് സന്തോഷം കൊണ്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതേ കണക്ക് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പിന്നെ എന്നെ ചതിച്ചത് ആ ബ്ലൂ കളറായിരുന്നടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഡാർക്ക് ബ്ലൂ ആ ക്ലാസ്സിൻ്റെയും കോട്ടിന് ഞാൻ വിചാരിച്ച് ലൈറ്റ് ബ്ലൂവും കൊടുക്കാമെന്നായിരുന്നടാ. പക്ഷെ അവിടെ എന്നെ പാളിച്ച്. അതെന്താണെന്ന് അറിഞ്ഞൂടെ. എനിക്കിപ്പോൾ
പൊതുവെ പാളൽ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുവാണ്. അപ്പോഴാടാ എൻ്റെ ബ്രെയിനൊന്ന് വർക്കായി. സാധാരണ ഇത് സംഭവിക്കാറില്ല, വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന സംഭവമാണ്. ഇത് പെട്ടെന്ന് എങ്ങനെ വർക്കായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇതുവരെ പറഞ്ഞു വെറുപ്പിച്ച് എൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ട്, സെറ്റ് ആയിട്ടില്ലേ? ഞാനായിട്ട് സ്പൈഡർമാനെ വള്ളി തൂക്കിയിട്ടേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം തന്നെ ഇട്ട വലയാണ്, ഞാനാരും തൂക്കിയിട്ടേക്കുമല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലായിട്ട് മാത്രം നിൽക്കുക. തൂക്കിയിട്ടേക്കുന്ന സ്പൈഡർമാനെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ സൈഡിലുള്ള സ്പൈഡർമാനെ നിങ്ങൾ നോക്കണം കേട്ടോ. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ തോന്നലും മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ ഇനി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുടുക്കനായിട്ടുണ്ട്. ഇനി മേലെ ആവർത്തിക്കില്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. എന്നാലും എന്നെ ഒന്ന് സഹിച്ചേക്കണേടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.